സുഹൃത്തുക്കളെ, ഞാൻ കൊച്ചിയിൽ നിന്നും മാനുവൽ കൊടുവേലി. എൻ്റെ യൂട്യൂബ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതാ അതിവേഗതയിൽ നമ്മളുടെ ഫോണുകളിലേക്ക് എത്തിയിരിക്കുന്നു. അഥവാ ഒരു വിധത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത് ഇത് നമ്മളുടെ കയ്യിലൊന്നും എത്തുവാൻ പോകുന്ന ഒരു സംവിധാനമായിരിക്കില്ല. അത് ശാസ്ത്രലോകത്തിൻ്റെ പ്രൊഫഷണൽസിൻ്റെ മാത്രം കയ്യിലൊതുങ്ങാവുന്ന ഒരു സംഭവമായിരിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഇന്ന് സാമാന്യ എല്ലാ ജനങ്ങളിലേക്കും ഒറ്റയടിക്ക് തന്നെ ലോകത്ത് മുഴുവൻ ഇത് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രചാരണം എന്നുള്ളതല്ല, കയ്യിലേക്ക് നമ്മൾക്ക് ഈ വാട്സപ്പ് വഴി എത്തിച്ചിരിക്കുകയാണ്. വാട്സപ്പ് പേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ പേജിൻ്റെ വലതുവശത്ത് താഴെ ഭാഗത്തായി ഒരു സർക്കുലർ രൂപത്തിലുള്ള മൾട്ടി കളർ ഒരു ലോഗോ ഏതാനും ദിവസങ്ങളെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് അത് തന്നെയാണ് ഈ AI ലോഗോ. നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ AI പേജ് ഓപ്പൺ ആവുകയായി. നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അതിനകത്തേക്ക് വോയിസ് മെസ്സേജിലൂടെ നമ്മുടെ ഭാഷയിൽ തന്നെ വോയിസ് മെസ്സേജിലൂടെയോ ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ ആവശ്യപ്പെടൂ. നിമിഷങ്ങൾക്കകം നമ്മൾക്ക് പരിഹാരമാകുകയാണ്. ഇതാണ് AI എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് അപഗ്രഥിക്കാനുള്ളത്? വളരെ ഹ്രസ്വമായ ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ട് എൻ്റെ വീക്ഷണം ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. യന്ത്രങ്ങൾ മനുഷ്യന് സമാനമായി ചിന്തിക്കുകയും അവയെ നടപ്പിലാക്കുന്നതിന് വേണ്ടി മനുഷ്യബുദ്ധിക്ക് സമാനമായി തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങളെ അവലോകനം ചെയ്ത് പരിഹരിക്കുന്നതിനും പ്രാപ്തമാകുന്ന സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ ചുരുക്കം നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അഗാധതയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ നന്നായിരുന്നു. അത് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ളൂ. ഇനി ഇത്രയും കൂടി പറയുന്നു, നമ്മൾ ഇത് ഉപയോഗിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ എന്തായാൽ പോലും നമ്മൾ AI ബന്ധപ്പെടുക. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അവരുടെ സംശയങ്ങളാണെങ്കിലും അവരുടെ അറിവിൻ്റെ ഏതറ്റം വരെയുള്ള ചോദ്യങ്ങൾക്കും ഇതിലൂടെ ഉത്തരവും പരിഹാരങ്ങളും എല്ലാം കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾക്ക് നല്ലൊരു നാളെ ഇതുവഴി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.